ചേട്ടാ, ഒടുവിൽ സുധാകരന് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തന്നെ ശീലിച്ചിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പലപ്പോഴും നോക്കിയെങ്കിലും അദ്ദേഹം ഒടുവിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം? അതായത് സുധാകരൻ പാർട്ടിയെ തോപ്പിക്കാൻ ഇറങ്ങിയതല്ല. അങ്ങനെ ഒരു വിവക്ഷ നമ്മൾ കൊടുക്കണ്ട. പാർട്ടിക്കറിയാം സുധാകരൻ ആരാണെന്ന്. സുധാകരൻ മത്സരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് പിന്നിൽ AICCയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ മണിക്കൂറുകൾ നമുക്കറിയാൻ കഴിയുന്നത് ഇതാണ് കോൺഗ്രസിന്റെ ഒരു വിസ്മയം അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇത് പറയുന്നില്ല. അതിന്റെ കാരണമായിട്ട് നമുക്ക് പറയാനുള്ളത് തുടക്കം മുതൽ പറഞ്ഞിരുന്നു KS മത്സരിക്കും, സുധാകരൻ കണ്ണൂർ മത്സരിച്ചിരിക്കും. എന്തുകൊണ്ട് എന്ന ചോദ്യം. അദ്ദേഹം മത്സരിക്കും. അതിന് കാരണം ഈ പറയുന്ന പോലെ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ണൂരിന് ആവശ്യമുണ്ട്, സംസ്ഥാനത്ത് കോൺഗ്രസിന് അത് ആവശ്യമുണ്ട്. ഇപ്പം 51 സീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 51 സീറ്റിൽ 35 സീറ്റെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇനി പ്രഖ്യാപിക്കാനുള്ളത് 35 സീറ്റാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് പറയാം 35ൽ നിങ്ങൾ 30 ജയിച്ചാലും നമുക്ക് കൂട്ടി നോക്കിയാൽ 30 + 35, ആദ്യത്തെ 35ഉം രണ്ടാമത് പറയുന്ന 35ൽ 30 65, ലീഗിന്റെ 17 അല്ലെങ്കിൽ 18, ഈ പറയുന്ന മാണി കോൺഗ്രസിന്റെ നിങ്ങൾ ബാക്കിയുള്ള കൂട്ടിയൊക്കെ അപ്പൊ എത്ര സീറ്റായി? 80 സീറ്റ് കൂടുതൽ പോരെ ഭരിക്കാൻ. അല്ല, ഈ കണക്കുകൂട്ടൽ ശരിയാവുന്നു? തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 35 സീറ്റിൽ 30 സീറ്റും കോൺഗ്രസ് നേടുമെന്ന് എങ്ങനെ വിശ്വസിക്കും? തീർച്ചയായിട്ടും അത്ര ഒരു കാൽക്കുലേഷനോടുകൂടി തന്നെയാണ് കോൺഗ്രസ്. അതായത് നമുക്ക് കിട്ടുന്ന നമ്മുടെ സോഴ്സുകളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് സുധാകരൻ കണ്ണൂർ മത്സരിക്കും. കൂടാതെ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചാഞ്ചാടി നിൽക്കുന്നത് കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കാനുള്ള സാധ്യത. അതായത് രാഹുൽ, നമ്മൾ 2 ദിവസം മുമ്പ് ഈ ലൈബിലിറ്റി പേപ്പറിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഈ നമ്മുടെ നേതാക്കന്മാരായ സുധാകരനും ഈ പറയുന്ന രീതി നോൺ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇവർ രണ്ടുപേരും, അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ഈ അടൂർ പ്രകാശിന്റെ കാര്യമാണ്. അടൂർ പ്രകാശ് നോൺ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ഇവർ MP ആയിരിക്കുമ്പോൾ കേരള ഹൗസിൽ കുറച്ച് ബാധ്യതകളൊക്കെ അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ പലയിടത്തും ഡൽഹിയിൽ ബാധ്യതകളുണ്ടാവും. ഈ ബാധ്യതകളെല്ലാം തീർക്കുന്ന പേപ്പർ, ആ പേപ്പർ പുറത്തു വന്നു എന്നുള്ള കാര്യം നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. അന്ന് തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും അതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു രാഹുൽ. ഞാനിത് വെറുതെ നമ്മുടെ സ്ഥാപനത്തിന് നമ്മൾ പറഞ്ഞു എന്ന് അങ്ങനെ വീമ്പടിക്കാനൊന്നും നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മളൊരു വാർത്ത ചെയ്യുമ്പോൾ അത് നമുക്ക് വ്യക്തമായ സോഴ്സ് ഉണ്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതില്ലാതെ നമ്മൾ പറയില്ല. ഇത് ഉറപ്പാണ്. ഈ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ അടൂർ പ്രകാശ് ഇറങ്ങി എന്ന് പറഞ്ഞ് ശരിയാണ്. ആ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിരിക്കുന്ന ആളുടെ പേര് വരെ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ദെൻ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഈ പറയുന്ന രീതിയിൽ സുധാകരൻ മത്സരിക്കും, അണികൾ ആവേശത്തിലാണ്. പിന്നെ രാഹുൽ തന്നെ പറയാം, ഈ പറയുന്ന SNDP കമ്മ്യൂണിറ്റിയുടെ ഒരു കാര്യം, അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഗാന്ധിജി പിന്നെ നമ്മുടെ നാരായണ ഗുരുവിനെ കണ്ട ആ പ്രോഗ്രാം മുതൽ ആലോചിച്ച് നോക്കൂ. വെൽ പ്ലാൻഡ് പ്രോഗ്രാം എന്ന് പറയും. അതുപോലെ അവിടെ മുതൽ ഒരു പ്ലാൻ ആരംഭിക്കുകയാണ്. അതായത് SNDP കമ്മ്യൂണിറ്റിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് പറയാൻ KCയുടെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചോ? KC പറഞ്ഞത് C കേശവനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? C കേശവനെ കുറിച്ച് പറഞ്ഞു, R ശങ്കറിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ആളില്ല എന്ന് സ്വാമിമാരെ കൊണ്ട് പറയിച്ചു. അപ്പോ ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റിയും പറയുന്നില്ല. ഭരണം വേണമെങ്കിൽ രാഹുൽ, അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ലീഡറാണ് സുധാകരൻ. തീർച്ചയായിട്ടും ഒരു അസറ്റാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അസറ്റാണ് സുധാകരൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സുധാകരന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ താൻ ആ മന്ത്രി പദവിയിൽ ഉണ്ടായിരിക്കണം, മന്ത്രിസഭയിൽ താൻ ഉണ്ടായിരിക്കണം. അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ താൻ ഉണ്ടായിരിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിന്റെ രാഷ്ട്രീയം ചോരയുടെ രാഷ്ട്രീയമാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അത്രയ്ക്ക് കലുഷിതമായിട്ടുള്ള രാഷ്ട്രീയമായിരുന്നു കണ്ണൂർ ഉണ്ടായിരുന്നത്. അതിന്റെ പേരിൽ തന്റെ കൂടെ നിന്ന ചെറുപ്പക്കാർ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, തന്റെ കൂടെ ഉണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നടപടികൾ സ്വീകരിക്കുന്ന ഒരു കാര്യങ്ങൾ, അതേപോലെ തന്നെ താൻ ചേർത്ത് നിർത്തുന്ന ഒരു യുവജനതയുണ്ട്. സുധാകരനെ സംബന്ധിച്ച് സുധാകരന് ഒരു നേതാവ്, ലീഡർ എന്നുള്ള രീതിയിൽ ഒരു അത്രയും വലിയൊരു പുള്ളിയുടെ ഒരു പ്രത്യേകത അത്രയും ജനം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ആ ക്രൗഡ് പുള്ളർ ആവുന്നതിന് പ്രധാനപ്പെട്ട കാരണം യുവാക്കളാണ് വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വാർത്തയ്ക്ക് കൂടുതലുള്ള ആളുകളാണ് ഉള്ളതെന്നുള്ള വിഷയം, പേരുദോഷം ഉണ്ടെങ്കിൽ പോലും സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളാണ്. യുവാക്കളെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്.
അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള നേതാവാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. അപ്പോൾ കെ സുധാകരൻ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു, താൻ ആ സംവിധാനത്തിൽ ഉണ്ടാകണം, ഉണ്ടായെങ്കിൽ മാത്രമേ തന്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരെ സംരക്ഷിക്കാൻ, തന്റെ കൂടെ നിൽക്കുന്ന തനിക്ക് വേണ്ടിയിട്ട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രക്തം ചീന്തിയ യുവാക്കൾ, ജീവൻ കളഞ്ഞും ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന യുവാക്കൾ, ഇവരെ സംരക്ഷിക്കണമെങ്കിൽ താൻ ഒരു സംവിധാനത്തിൽ എത്തിച്ചേരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ മത്സരിക്കണമെന്ന് വാശി പിടിക്കുന്നത്. അത് നമ്മൾ പറയുന്നത് പോലെയല്ല, ഒന്നുമില്ലാത്ത കാലത്ത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുന്ന ഒരു നേതാവാണ്. പാർട്ടിക്ക് ഒരു നല്ല കാലം വരുമ്പോൾ താനും അവിടെ ഉണ്ടാകണം, തന്റെ കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ താൻ അവിടെ ഉണ്ടാകണം എന്നുള്ള കൃത്യമായിട്ടൊരു ബോധം, ഒരു ലക്ഷ്യം, അതാണ് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് ഈ വാശി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം നമുക്കറിയാം, രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഇവരെല്ലാം ഇത്രയും കാലം, വി ഡി സതീശൻ ഇത്രയും നാളും പ്രതിപക്ഷ നേതാവായിട്ട് കഷ്ടപ്പെടുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോ രമേശ് ചെന്നിത്തല ആണെങ്കിൽ പോലും കഴിഞ്ഞ അതിനു മുമ്പിട്ടുള്ള ടൈമില് പ്രതിപക്ഷ നേതാവാണ്, വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് അടുത്ത ഭരണ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മന്ത്രിസഭ വരുന്ന സമയത്ത് ഇവരെ പരിഗണിക്കണ്ടേ? തീർച്ചയായിട്ടും ഇവർ പഴയ കാലത്ത് കഷ്ടപ്പെട്ടു എന്ന് കരുതി ഈ വരുന്ന നല്ല കാലം വരുമ്പോൾ ഇവരെ പരിഗണിക്കണം, പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും? ഒരിക്കലും ഇല്ല. അപ്പൊ അതേപോലെ തന്നെയാണ് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വികാരമാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, വീണ ജോർജിനെ KSU പ്രവർത്തകർ കരിങ്കൊടി അവിടെ ആദ്യം പ്രതികരിക്കുന്നതാണ്, അവിടെ ആദ്യം പ്രതികരിക്കുന്നത് വൈകാരികതയാണ്. അതുകൊണ്ടാണ് കെ സുധാകരൻ കണ്ണൂർ ഒരു വൈകാരികത നാടുകൂടെയാണ്. KSU പിള്ളേർക്ക് ഒരു വിഷയം വരുമ്പോ അടി കൊണ്ടാൽ തിരിച്ചടിക്കണമെന്ന് പറയാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ആർജവം. ഞങ്ങളുടെ കുട്ടികളെ തൊട്ടാൽ അത് നിങ്ങൾ നോക്കിക്കോ. ഇപ്പോ കണ്ണൂര് തന്നെ ഇവരുടെ വിഷയം ഉണ്ടാകുമ്പോൾ, ആരോഗ്യമന്ത്രിയുടെ വിഷയം ഉണ്ടാകും പറയുന്നുണ്ട്, അടിക്കാനാണെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പിന്നീട് അടി കൊണ്ടു ഇടി കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മൂങ്ങിക്കൊണ്ട് ആരും വരരുത്, ഇത് പോലീസിന്റെ കയ്യിലിരിക്കുന്നതാണ്, പോലീസ് നോക്കിക്കോണം എന്ന് പറയുന്നത് ഭീഷണിയാണ്. പിണറായി വിജയനെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് അടിച്ചാൽ തിരിച്ചടിക്കും, ഇത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബാധ്യതയാകുമെന്നുള്ള കൃത്യമായുള്ള ബോധ്യമാണ് നൽകിയത്. അങ്ങനെ ഒരു സംവിധാനത്തിൽ അടിച്ചും പിടിച്ചും നിൽക്കുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിൽ തനിക്കൊരു നിലനിൽപ്പ് വേണമെങ്കിൽ, താൻ കഴിഞ്ഞാൽ തനിക്ക് പുറകെ വരുന്ന ചെറുപ്പക്കാർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ഭരണം വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണം മാത്രം പോരാ, ആ ഭരണസിരാ കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള തനിക്കൊരു വകുപ്പ്, ലീഡർഷിപ്പ്, അതിനകത്ത് ആ ഒരു കോക്കസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് തനിക്ക് അതിനകത്തുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ ചെറുപ്പക്കാരെ, തന്റെ കൂടെ നിൽക്കുന്ന യുവാക്കളെ, തനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തണമെങ്കിൽ താനകത്ത് വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങി നിൽക്കുമ്പോൾ, കണ്ണൂർ സുധാകരൻ ഇറങ്ങി നിൽക്കുമ്പോൾ അതിന്റെ ഒരു അലയൊലികൾ തീർച്ചയായിട്ടും അത് സത്യത്തിൽ രാഹുലിന് അറിയാം. രാഹുലിനെ എന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ് രാഹുൽ, പക്ഷെ മനസ്സുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ ഒരു പൊതുസമൂഹം ഈ കെ സുധാകരൻ മത്സരിക്കണം എന്നൊരു ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് തന്നെയാണ് മാത്രമല്ല എത്തിച്ചു. അവിടെ കണ്ണൂർ ഇത്രയും വർഷമായിട്ട് കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് കണ്ണൂർ എന്നാണ് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും കണ്ണൂർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പാളിച്ചകൾ, വിള്ളലുകൾ ഇന്നത്തെ മാധ്യമങ്ങൾ എഴുതിയിരിക്കുകയാണ്. കണ്ണൂരിൽ വീണ്ടും വിള്ളൽ, തീർച്ചയായിട്ടും വിമതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ സംസാരിക്കും. അതെ, നമുക്ക് മറ്റൊരു വിഷയമാണ്. CPM-ന്റെ വിമതരെ സൃഷ്ടിക്കണമെങ്കിൽ, കണ്ണൂർ എന്ന് പറയുന്ന CPM-ന്റെ കോട്ടയിൽ വിമതരുണ്ടാകണമെങ്കിൽ, വിമതരെ കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ പാളയത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ അവിടെ കഴിവ്, അവിടെയാണ് ഇതുവരെ കാണാത്ത കോൺഗ്രസിന്റെ മറ്റൊരു മുഖം. അവിടെ നമ്മൾ VD സതീശനെയും മറ്റുള്ള നേതാക്കന്മാരെയും പറയുമ്പോൾ നമ്മള് പറയാതെ പോകുന്ന പേരുണ്ട്, കുമ്പക്കുടി സുധാകരൻ എന്ന് പറയുന്ന നേതാവ്. അദ്ദേഹം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ വിഭജിക്കുന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല പിണറായി വിജയൻ തുടങ്ങി ജയരാജന്മാർ തുടങ്ങിയുള്ള വമ്പൻ എന്താ പറയാ, അവരെ വെച്ചിട്ട് ഇനി മറ്റാരും കണ്ണൂരിൽ അവരുടെ ഇടയിൽ നെഞ്ചു കൊടുത്ത് നിൽക്കാൻ ഒരു സുധാകരനുണ്ട്. അത് സുധാകരന്റെ ചങ്കുറപ്പ് തന്നെയാണ്. പിണറായിക്കും 100 വിജയരാജന്മാർക്കും 100 ജയരാജന്മാർക്ക് ഒറ്റ കുമ്പക്കുടി സുധാകരൻ. ഏതായാലും നമുക്ക് ഇതിൽ പറയാനുള്ളത്, തുടക്കം മുതൽ നേഷൻ ഫസ്റ്റ് പറഞ്ഞു വന്നിരുന്നു കെ സുധാകരന് സീറ്റ് ഉണ്ടാകുമെന്ന്. അതുപോലെ നമുക്ക് ഒന്നുകൂടെ ഇതിൽ പറഞ്ഞു വെക്കാം, കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കും. എന്നാൽ ചില നീക്കുപോക്കുകൾ ചിലപ്പോൾ ഒരു MP-ക്ക് ഒരേ ഒരു MP മത്സരിക്കും, ഒരേ ഒരു ഇളവ്. ഇതിൽ ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്.
നിങ്ങൾ നോക്കിക്കോളൂ, ചിലപ്പോൾ 4 മണിക്കുള്ള പത്രസമ്മേളനത്തിൽ സുധാകരന്റെ പേര് ചിലപ്പോൾ പറയില്ലായിരിക്കും, പക്ഷേ എങ്കിലും ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കും. ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ സുധാകരൻ ശരിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം 11 മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞതാണ്. ഇവരുടെ പിന്നെ AICCയുടെ മറ്റൊരു പത്രസമ്മേളനം വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. അത് കഴിഞ്ഞ ശേഷം മതി എന്ന് അദ്ദേഹം തീരുമാനം മാറ്റി. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന് സീറ്റുണ്ടോ? ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ കേരളത്തിലെ പൊതുജനം ഉറ്റുനോക്കുന്നത് കോൺഗ്രസിന്റെ ബാക്കി സ്ഥാനാർത്ഥികൾ ആര് എന്നാണ്. സുനിൽ കനകോലു പൊട്ടനല്ല. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ ചേട്ടൻ പറഞ്ഞതുപോലെ സതീശൻ പറഞ്ഞു 24 മണിക്കൂറിന് മുമ്പ് CPM ഒറ്റ സ്ഥാനാർത്ഥികളെ. അല്ല, 24 മണിക്കൂറിനകത്ത് പ്രഖ്യാപിക്കുമെന്ന് സതീശന്റെ വാചകം കേട്ട് ചേട്ടന്മാർ ചാടിക്കേറി എന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ ആകെ വെട്ടിലായിരിക്കുക. 24 മണിക്കൂർ എന്ന് പറഞ്ഞത് കഴിഞ്ഞല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 24 മണിക്കൂറല്ല സാറേ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിങ്ങനെ തെരഞ്ഞെടുപ്പല്ലേ. നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് തിരിച്ചടിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. സുധാകരൻ മത്സരിക്കുമ്പോൾ അത് കണ്ണൂർ മാത്രമല്ല, കേരളം മുഴുവൻ. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ തളിപ്പറമ്പിൽ ഇനിയിപ്പോ ഗോവിന്ദൻ ടി.കെ. ഗോവിന്ദൻ അദ്ദേഹത്തിന് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകും. ഇന്ന് വരെ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ G. സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടെ പിന്നെ എന്താ പറയാ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചു. അവസാന നിമിഷം വരെ സുധാകരൻ പാർട്ടിയെ വഞ്ചിക്കത്തിൽ അദ്ദേഹം മുതിർന്ന നേതാവാണ് എന്ന് പറയുന്ന രീതിയിൽ നിർത്തിയിട്ട് സുധാകരൻ അത്രയും മടുപ്പിച്ചിട്ടാണ്. അദ്ദേഹം പറഞ്ഞു മടുത്തു, മനസ്സ് മടുത്തു. അങ്ങനെ തന്നെയാണ് എല്ലാരും പറഞ്ഞത്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു. അതെ, എല്ലാരും കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഇതില് രാഹുൽ തന്നെ പറയും, ഈ കുമ്പക്കുടി സുധാകരൻ പറഞ്ഞോളൂ. അല്ല, അദ്ദേഹത്തിന് ആ രീതിയിൽ നമുക്ക് സുധാകരൻ എന്ന് പറയുമ്പോൾ വികാരം തന്നെ, വികാരമാകാൻ കുമ്പക്കുടി സുധാകരൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഊർജ്ജമുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ ഊർജ്ജം അണികൾക്കിടയിലേക്ക് പകർന്ന്. ആ ഊർജ്ജമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് അദ്ദേഹത്തിന്റെ പേര് വരുന്നതെങ്കിലും ആദ്യം വിജയിക്കാൻ പോകുന്നത് കുമ്പക്കുടി സുധാകരനായിരിക്കും.